വലിയ ദൈവാനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആത്മീയ ജീവിതം നയിക്കുന്ന എല്ലാ മക്കളും മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട്, വലിയൊരു കാര്യമാണിത്. ഇത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾക്ക് യാതൊരു തടസ്സം ഉണ്ടാകില്ല. ഇവിടെ ആത്മീയ ജീവിതം നയിക്കാത്തതിന്റെ പ്രശ്നമൊന്നുമല്ല, അല്ലെങ്കിൽ വിശുദ്ധി ഇല്ലാത്തതിന്റെ പ്രശ്നമൊന്നുമല്ല. ഇവിടെ വേറൊരു പ്രശ്നമാണ്. ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷനാണ്, ആകുലതയാണ്, ഉത്കണ്ഠകളാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കുർബാനയ്ക്ക് പോകുന്നു, കുമ്പസാരിക്കുന്നു, ജപമാല ചെല്ലുന്നു, അങ്ങനെ എല്ലാ ആത്മീയതകളും നന്നായിട്ട് ചെയ്തുകൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ നല്ല ഉത്കണ്ഠയും ആകുലതയുണ്ടാവും. ഭാവിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, എല്ലാത്തിനെക്കുറിച്ചും ഭയങ്കര ആകുലതയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു ഫലം ഭൗതിക ജീവിതത്തിൽ അവർക്ക് ലഭിക്കുകയില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ ടെൻഷനും ആകുലതകളും ഉത്കണ്ഠകളും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, യാചിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ, അതിനെ തടസ്സപ്പെടുത്താനായിട്ട് ആകുലതയ്ക്ക് സാധിക്കും, ഉത്കണ്ഠയ്ക്ക് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് പ്രാർത്ഥനയും ആകുലതയും ഒരുമിച്ച് പോകുകയല്ല. അത് വിരുദ്ധാഹാരം പോലെയാണ്, പരസ്പര വിരുദ്ധമാണത്. വിരുദ്ധാഹാരം, രണ്ട് വിരുദ്ധാഹാരങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് പകരം അത് രോഗങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തി അതുപോലെ തന്നെ ആകുലപ്പെട്ട് കഴിഞ്ഞാൽ അതിലൂടെ യാതൊരു ദൈവാനുഗ്രഹമോ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു ഫലമോ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. വിശുദ്ധ പൗലോസ് ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം 6-ാം തിരുലിഖിതത്തിലെ വിശുദ്ധ പൗലോസ് പറയാണ്, ഒന്നിനെക്കുറിച്ചും ആകുലരാകണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ കർത്താവിലേക്ക് അർപ്പിക്കുവിൻ. ഇവിടെ പൗലോസ് പറയുന്ന കാര്യത്തെ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഒന്നിനെ കുറിച്ചും ആകുലരാകണ്ട. ആകുലതയോട് നോ പറയണം. ആകുലതയെ നെഗറ്റീവായിട്ടാണ് വിശുദ്ധ പൗലോസ് ഇവിടെ കാണുന്നത്. ആകുലതയോട് നോ പറഞ്ഞ ശേഷമാണ് പിന്നെ പ്രാർത്ഥിക്കാനോ അപേക്ഷിക്കാനും യാചിക്കാനുമായിട്ട് വിശുദ്ധ പൗലോസ് പറയുന്നത്. ഒരു കാര്യം ചെയ്യരുതെന്നും മറ്റൊരു കാര്യം ചെയ്യാനായിട്ടും വിശുദ്ധ പൗലോസ് പറയുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നതിന് എന്തെങ്കിലും ഫലങ്ങൾ കിട്ടുമോ? ഇല്ല. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ടെന്ന് പറഞ്ഞ ശേഷം പ്രാർത്ഥിക്കാനായിട്ട് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ എന്താണ് ഈ പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു സംഭാഷണമാണ്, കർത്താവുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആകുലതകൾ, ഉത്കണ്ഠകൾ ഉണ്ടെങ്കിൽ ആ സംഭാഷണത്തിലൂടെ തന്നെ ദൈവത്തിലേക്ക് സമർപ്പിക്കണം. കർത്താവുമായിട്ട് ഒരു സംഭാഷണം നടത്തണം, ഒരു കോൺവെർസേഷൻ നടത്തണം. ചിലരുടെയൊക്കെ ജീവിതത്തിലില്ലേ, ആരോടെങ്കിലും എന്തൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസമാണ്. മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ വലിയ ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. കർത്താവിനോട് ഷെയർ ചെയ്യുക. അങ്ങനെ മാത്രമേ നമുക്ക് ആകുലതകളെ ഇല്ലാതാക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ പ്രാർത്ഥനാ സംഭാഷണത്തിലൂടെ ദൈവത്തിന്റെ മുന്നിൽ വ്യാപരിക്കുക. പിന്നീട് പറയുന്നത് യാചിക്കുക, അപേക്ഷിക്കുക. എളിമയുണ്ടായിരിക്കണം. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ എളിമയുണ്ടായിരിക്കണം. ഞാനെന്ന ഭാവം കൈവിടണം. ഞാൻ വലിയൊരു പ്രാർത്ഥനാക്കാരനാണെന്നുള്ള വലിയ ഭാവവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. എന്നിട്ട് യാചിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്, അപേക്ഷിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ പറയുന്നുണ്ട് കൃതജ്ഞത അർപ്പിക്കുക. നന്ദി എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വലിയൊരു കാര്യമാണ്. എപ്പോഴൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും നന്ദിയും കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഓർക്കുക. അതായത് കിട്ടിയതിനെ ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടം വരെ എത്തി നിൽക്കുന്നോ ആ എത്തി നിൽക്കുന്നതിന്റെ കാരണം ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ദൈവത്തോട് നന്ദിയും കൂടെ പറയുക പ്രാർത്ഥനയിൽ. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി. ആകുലതകള്, ഉത്കണ്ഠകള്, ടെൻഷനൊന്നും ഇല്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. അതാണ് യഥാർത്ഥ വിശ്വാസം. ആ വിശ്വാസം വളരെ പവർഫുൾ ആണ്. അങ്ങനെ ഒരു വിശ്വാസത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരാനായിട്ട് യാതൊരു തടസ്സവും ഉണ്ടാകില്ല. കുടുംബത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചൊക്കെ ആകുലപ്പെടുന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റപ്പെടാനായിട്ട് ഒരു നിമിഷം ഒരു ആശീർവാദം സ്വീകരിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുക.